നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാമ സ്വൻആനി അദ്ദേഹത്തിന്റെ സുബുലുസ്സലാമിൽ ഹദീസിന്റെ ഷറഹിൽ പറയുന്നുണ്ട്, ഈ ഹദീസിന്റെ വ്യാഖ്യാനമായി കൊണ്ട്. കാരണം അള്ളാഹ് റസൂൽ പറഞ്ഞു, മാ നഖസത്ത് സ്വദഖത്തും മിൻ മാലി, സദക്ക കൊടുത്തിട്ട് ഒരാളുടെ ധനം കുറഞ്ഞു പോകില്ല എന്നാണ്. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, വിട്ടുവീഴ്ച ചെയ്താൽ അവന്റെ പ്രതാപം വർദ്ധിക്കേ ചെയ്യുള്ളൂ. ഒരാൾ വിനയം കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ ഉയർത്തുമെന്നാണ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പണം നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിട്ടും നമുക്ക് എങ്ങനെയാണ് സമ്പത്തിൽ വർധനവുണ്ടാകുന്നത്? ഒന്നാമത് പറഞ്ഞത് അൻ യുബാരിക ലഹു ഫീഹി, അല്ലാഹ് ബർക്കത്ത് കൊടുക്കും. അപ്പൊ ആത്മാർത്ഥമായി സദക്ക കൊടുക്കാത്ത ഒരുത്തനും അവന്റെ പണത്തിന് ബർക്കത്തില്ല എന്നാണ്. കോടികൾ കയ്യിൽ വരുന്നു, പക്ഷെ ജീവിതത്തിൽ പണത്തിന്റെ ഒരു പ്രയോജനം അവന് കിട്ടാതെ പോകുന്നു. എന്താണ് കാരണം? അവന്റെ സമ്പത്തിന്റെ ആസ്തിക്കനുസരിച്ചു കൊണ്ടൊരു വിഹിതം ആത്മാർത്ഥമായി അവൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവന് ബർക്കത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ അപകടങ്ങളെ അള്ളാഹു തടുക്കും. നമ്മളിത്തൊരു 10 ലക്ഷം ഇങ്ങനെ ആയി വരുമ്പോൾ ഒരു വലിയൊരു അസുഖം വന്നു, ഒരു 12 ലക്ഷത്തിന്റെ അസുഖം വന്നാൽ കഴിഞ്ഞില്ലേ? 2 ലക്ഷം പിന്നെ കടല്ലേ സുഹൃത്തുക്കളെ. സദക്ക കൊടുക്കണമെന്ന് അള്ളാഹു ആപത്തുകളെ തടുത്തു കൊടുക്കണം. അപ്പൊ അവന്റെ ഉള്ള പൈസ കൊണ്ട് അവന് മാന്യമായി ജീവിച്ചു പോകാൻ പറ്റുമെന്നാണ്. ഈ ബർക്കത്ത് കൊണ്ട് എന്തെന്ന് വെച്ചാൽ അവന്റെ സമ്പത്ത് കുറയാതെ അള്ളാഹു വെക്കും. അതാണ് സ്വതക്ക കൊണ്ട് സമ്പത്ത് കുറയില്ല എന്ന് പറഞ്ഞ ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താ വെച്ചാൽ അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കാം. അവനുള്ള പണത്തിന് തന്നെ എന്ത് ചെയ്യുക, അതിന്റെ ഉപകാരം അള്ളാഹു എന്ത് ചെയ്യാം, ഇരട്ടിപ്പിച്ചു കൊടുക്കുക. അന്നഹു യഹ്സുലു ബിസ്സവാബിൽ ഹാസിൽ അനി സ്വതക്ക ജുബ്റാനു നഖ്സിൻ അൻ, അത് കുറയാതെ അള്ളാഹു എന്ത് ചെയ്യും, അത് പരിഹരിച്ചിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അതിലേറെ പ്രധാനം എന്താ അറിയോ? ഒരാള് എന്തെങ്കിലും ഒന്നൊരാൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു ആ കൊടുത്തതിൻ്റെ മൂല്യം കണക്കാക്കി, അല്ലെങ്കിൽ അതിനധികമായിട്ട് അള്ളാഹു വേറെ നിലക്ക് അവന് വരാനുള്ള വഴി ഉണ്ടാക്കിക്കൊടുക്കും. അവൻ ആത്മാർത്ഥമായി കൊടുക്കുന്ന ദാനത്തിന് പകരം അവൻ എന്ത് ചെയ്യും, അള്ളാഹു കൊടുക്കും.